കഴിഞ്ഞ വീഡിയോ ഉണ്ട് എനിക്കറിയാം. നമ്മൾ അത്ര ഷോപ്പായപ്പോൾ ഇതിൻ്റെ സാധനം ഒന്നും വാങ്ങിയില്ലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉമ്മാൻ്റെ അടുത്ത് പോയി ചോദിച്ചപ്പോൾ പറഞ്ഞു കുടുക്കി പോയി സാധനങ്ങൾ വാങ്ങണമെന്ന്. അപ്പോൾ ഞങ്ങൾ കൊടയും എല്ലാം എടുത്ത് പോവുകയാണ്. ഇപ്പോഴും ഉണ്ട് കേട്ടോ പട്ടി അവിടെ. പക്ഷെ വൈറ്റ് പട്ടികൾ കയറിയോണ്ടാണ് ഞങ്ങളിപ്പോൾ പോകാൻ വിചാരിക്കുന്നത്. പിന്നെ ഇതാടാ ആസിമ കിടന്ന് ഓടുണ്ട്. പിന്നെ ഓടുന്നത് നമ്മൾ നോക്കില്ല, അവനെ കൊണ്ട് പറ്റുന്ന കാര്യമൊക്കെ ഞങ്ങൾ പഠിപ്പിക്കും. എല്ലാം അവിടെ നിൽക്ക് എന്ന് പറഞ്ഞാൽ പോലും അവൻ കേൾക്കില്ല. ഗായ്സ് അറിയുന്ന ഒരാൾ ഹോണടിച്ച് പോയില്ല. ആരാ അറിയില്ല, ഏതൊരു ഓറഞ്ച് ആട്ടോ നമ്മൾ രക്ഷിക്കുന്നില്ല. ഇനി ഓൻ്റെ പ്രകാരം ഓട്ടം പിടിക്കട്ടെ ഗായ്സ്. കുറേ നേരം ഓടുന്ന വ്ളോഗ് കിട്ടും. അങ്ങനെ ഫൈനലി അവൻ എൻ്റെ കയ്യിൽ കേട്ടോ. ചളിയിലൊന്നിക്കുന്നു ഗായ്സ്. ഓനെന്തിയാലും എനിക്ക് പേടിയാണ് ഗായ്സ്. പിന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. കുറച്ച് ടാസ്ക്കാണ് ഇവനെയും കൊണ്ട് പോക്ക്. നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ആസിം അങ്ങനെ എൻ്റെ സൈഡിലെത്തിയിരിക്കുകയാണ്. ആസിമിൻ്റെ ഞാൻ ഫോൺ കൊടുക്കില്ല, കാരണം ഭയങ്കര ഓട്ടമുണ്ട്. ഗൈസ് ഒരു അറിയുന്ന താത്ത സൈഡിൽ കൂടെ പോയപ്പോൾ നമ്മളോട് എങ്ങോട്ടാന്നൊക്കെ ചോദിച്ചു. അപ്പം നമ്മൾ കാര്യം പറഞ്ഞു ഇതാണ് കുടുക്കി എന്നൊക്കെ പറയാനുള്ള സ്ഥലം എന്നൊക്കെ പറയാനുള്ളത്. ഓൻ പിന്നെ ഓടുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. അതാണ് ഏറ്റവും വലിയ വിറ്റ്. നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ ഗൈസ് ഞങ്ങൾ പട്ടിയെയും മറികടന്ന് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അതാണ് ഗൈസ് കട, നമ്മളടുക്കാണ് പോണത്. അങ്ങനെ ഫൈനലി നമ്മൾ കടയിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി കടയിലത്തെ വിശേഷങ്ങൾ കാണാം. നമ്മളങ്ങനെ അമ്മക്കുള്ള പഴമൊന്നും ഇതൊരു സെലക്ട് ചെയ്തിരിക്കില്ല, സെലക്ട് ചെയ്യണം. അങ്ങനെ ഗൈസ് ഇവിടെ സിപ്പപ്പഴം സംസാരിക്കാൻ വേണ്ടി വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടി ഇവിടെ വന്നതാണ് കേട്ടോ. നമ്മൾ പഴം കണ്ടുപിടിക്കട്ടെ. അതെ ഗൈസ് ജർമ്മനിയുടെ പ്ലേയേഴ്സ്. ഇത് ഞങ്ങൾ മീഷോന്ന് വാങ്ങിയതല്ല. ഇത് എൻ്റെ അമ്മച്ചീൻ്റെ ഒരു ഫ്രണ്ട് കൊടുത്താണ്. ഇതിൽ മഴ നനഞ്ഞു കഴിഞ്ഞാൽ പൂക്കൾ വളർന്നു വരും. കിട്ടി ഗൈസ്, നമുക്കുള്ള സാധനം കിട്ടി. അപ്പം നമുക്കിപ്പോൾ ഒരേക്ക് പോകണ വ്ളോഗ്സൊക്കെ എടുക്കാം. നമ്മൾ ഗൈസ് സാധനം കൊണ്ട് പോവുകയാണ്. നമ്മളെ കുടുക്കിയിട്ട് റൊണാൾഡോയും മെസ്സിയും ഫാൻസുകളെ ഇതാണ് കേട്ടോ. അപ്പുറത്ത് തന്നെ ബ്രസീലിൻ്റെ ഉണ്ട്. ബ്രസീലിൻ്റെയാണ് ആ മഞ്ഞപ്പട കേട്ടോ. നമ്മൾ പറങ്കിപ്പട ടീംസൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ നമ്മളെ ബ്ലൂ ടീമും ഉണ്ട്. നമ്മളെ സ്വന്തം മെസ്സി അത് ഗൈസ്. അവിടെ മെസ്സിൻ്റെ പിറകിലിരിക്കുന്നുണ്ട്, നിങ്ങൾ കണ്ടോ? അതിൻ്റെ ഒപ്പം പ്രശ്നം നമ്മളെ മുമ്പിലിരിക്കുന്നുണ്ട്. വലിയ സീനില്ല. പട്ടിയാണ് ഗൈസ്, പട്ടി ഫുൾ പട്ടികളാണുള്ളത്. അതൊരു കറമ്പൻ പട്ടി കേട്ടോ. അത് നമ്മൾ സൂക്ഷിച്ചും കണ്ടും വേണം പോവാൻ. നമ്മൾ പറഞ്ഞെടുക്കുമ്പോൾ കാക്ക പറഞ്ഞു പോയി ഗൈസ്. നമ്മൾ പെട്ടെന്ന് പേടിച്ചു പോയി. അതിനെയാണ് ഇപ്പോൾ വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അമ്മോ പേടിയാണ് കേട്ടോ അതിനെ കാണുമ്പോൾ തന്നെ. ഞാൻ മെല്ലെ സാധനങ്ങളൊക്കെ ആസിമിൻ്റെ കൈ കൊടുത്തിട്ട് ഞാൻ പോവാണ്. കാക്ക ഗൈസ് കാഷ്ടിച്ചു ലല്ലുവിൻ്റെ മുമ്പെന്ന്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഉറക്കെ സംസാരിക്കാനുള്ള പേടിയുണ്ട്. ഇപ്പോൾ പേടിയില്ല, കാരണം ഇവിടെ ഒന്നും വലിയ ആൾക്കാരൊന്നുമില്ല. പിന്നെ അവിടെ നിന്ന് ആൾക്കാർ നടന്ന് വരുന്നുള്ളൂ കേട്ടോ. അതൊക്കെ ബംഗാളികളാണ് ഗൈസ്. അങ്ങനെ ഗൈസ് സാധനം കൊണ്ട് ഞാൻ നടക്കുക, അവൻ ഓടുക. എൻ്റെ കയ്യിലേന്ന് ഇത്രയും നേരം. അപ്പം വന്നു, തത് പിടിച്ചു, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് അവൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ അതിൻ്റെ അപ്പോൾ ഗൈസ് ഇന്നത്തെ ലവ് യു ആൻഡ് ബൈ.